എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അമൃത സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അളകാപുരിയിലേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകിയെ കണ്ടതും അമൃതയുടെ രണ്ട് കണ്ണം നിറഞ്ഞു വന്നു. കാരണം ഇത്രയും ദിവസം താൻ തെറ്റിദ്ധാരണയുടെ പേരില ജാനിയടത്തിനെ അകറ്റി നിർത്തിയിരുന്നേ. ജാനിയടത്തി നിരപരാധത്തെ ശരണിന്റെ വെളിവാക്കാൻ ശ്രമിച്ച, പക്ഷെ അതൊന്നും താൻ വിശ്വസിച്ചില്ല. ജാനിയടത്തെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി നിർത്തുക ചെയ്തേ. എന്നിട്ട് പോലും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അമൃതയ്ക്ക്. അമൃത ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോഴത്തേനും ജാനകി ചോദിച്ചു, എന്താ അമൃത, എന്താ കാര്യം ചോദിക്കേ. പെട്ടെന്ന് അമൃത എന്നിട്ട് ജാനകിനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടപ്പോ ജാനകി ചോദിച്ചു, എന്താ അമൃതേ, എന്തെങ്കിലും സംഭവിച്ച. ജാനകിക്ക് വല്ലാത്ത ടെൻഷനായി. എത്രയൊക്കെ അമൃത ക്രൂശിച്ചെന്ന് പറഞ്ഞാലും ജാനകിക്ക് അമൃതേനെ എന്നല്ല ആ കുടുംബത്തിൽ ആരെയും മാറ്റി നിർത്താണ്ട് കഴിയില്ല. പെട്ടെന്ന് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ജാനിയെടുത്തി എന്ന് പറയണം. ക്ഷമിക്കാണ്? എന്താ മോളെ, എന്താ സംഭവം, നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അതെ, ഞാൻ ജാനിയടത്തിനെ തെറ്റിദ്ധരിച്ചു പോയി. അതെന്റെ അറിവില്ലായ്മ കൊണ്ടാ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നേ ജാനിയടത്തിയായിരുന്നു ശരിയെന്ന്. ഓരോ തവണ ശരണിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ അന്നെല്ലാം ജാനിയടത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത്തവണ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ തെറ്റു ബോധ്യമായെന്ന് പറയാം. അല്ല, ഇപ്പൊ ബോധ്യപ്പെടാൻ എന്താ കാരണം? നീയല്ലേ പറഞ്ഞേ, നീയല്ലേ പറഞ്ഞേ ശരണും ഹണി റോസും തമ്മിൽ ബന്ധമുണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ ജാനിയടത്തി, നീ കാര്യം പറ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കാര്യങ്ങളില്. ശരണിന് ഹണി റോസുമായിട്ട് യാതൊരു പങ്കുമില്ല. അവര് വെറും ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ്. ശരണിനെ ഹണി റോസിന്റെ അടുത്തേക്ക് എത്തിച്ച വേറൊരാളാ, അത് ഈ വീട്ടിലുള്ള ഒരാളാന്ന് പറയാണ്. ഇത് കേട്ട ജാനകി ഞെട്ടി. നീ എന്തൊക്കെയാ അമൃത പറയണെന്ന് നോക്കിയാ. ഞാൻ പറഞ്ഞ സത്യം എടുത്തി, എനിക്കിത് വ്യക്തമായ കാര്യമാണ്. ഞാൻ തെളിവോടുകൂടി പിടിച്ച ഒരു സംഭവമാണിത്. എനിക്കിത് ആരെ എന്താണെന്നും വിട്ടു പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്താൽ ഞാൻ ആരോടും പറയില്ലാന്ന്. പക്ഷെ ശരൺ ഇതിനകത്ത് നിരപരാധിയാന്ന് പറയാം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, ഇപ്പോഴെനിക്ക് സമാധാനമായത്. ഞാൻ അന്നേ പറഞ്ഞല്ലേ നിന്നോട് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്, ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന്. ശരൺ അങ്ങനെ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്നവനല്ലെന്ന് എനിക്കറിയാം. പിന്നെ അന്ന് അഭിയേടൻ അവിടെ വെച്ച് എന്താ അങ്ങനെ കണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ അത് ആരെങ്കിലും മനഃപൂർവ്വം കുടുക്കിയതായിരിക്കാം. അത് ശരിയാ ജാനിയെടുത്തി. ശരണ് മുറിയെടുത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തേ. അങ്ങനെ ശരൺ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അഭിയേട്ടൻ ശരണിനെ കണ്ടത് തന്നെ. പക്ഷെ അതിന്റെ പേര് നമുക്കൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് പക്ഷെ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാന്ന് പറയും. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഞാൻ ശരണിന്റെ കൂടെ വീട്ടിലേക്ക് പോവാ ജാനിയെടുത്തി, ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാം. അമൃതയുടെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോ ജാനകിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ജാനകി പറഞ്ഞു, ഈ ഒരു വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും പിരിയല്ലെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ശരൺ സ്നേഹമുള്ളവനാ, നിന്നെ അത്രയ്ക്ക് സ്നേഹമാ. ഇനിയെങ്കിലും നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ നീ മാറ്റണം. ശരൺ ഒരിക്കലും ഒരു വേറൊരു പെണ്ണിന്റെ കൂടെ പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, ആ ജെസീക്കയുടെ പ്രശ്നം അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണകൾ മാത്രമായിരിക്കും. നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സ് തുറന്നു സംസാരിക്കുക. അതിനിടയ്ക്ക് എന്താ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുമെന്ന് മനസ്സിലാവാണ്. ശരിയെന്ന് പറയാ. പിന്നീട് അമൃത അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് പ്രഭാവതിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ശരണിന്റെ തെറ്റൊക്കെ ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെ ഇത്രയും ദിവസം അവളിവിടെ വന്ന് നിൽക്കുമായിരുന്നല്ലോ. സുമംഗല പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ അമൃതേ. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണോന്ന് ചോദിക്കാം. ഇനി എനിക്ക് ഒരു തീരുമാനം എടുക്കാനില്ല. ഞാൻ ശരണിന്റെ അടുത്തേക്ക് പോവാ. ശരൺ നിരപരാധിയാന്ന് തെളിഞ്ഞെന്ന് പറയണം. അപ്പോഴേക്ക് ശരണിന്റെ വണ്ടി അങ്ങോട്ട് വന്നു. പിന്നീട് എല്ലാവരുടെ യാത്ര പറഞ്ഞ് അമൃത അങ്ങോട്ട് കയറി പോവാണ്. ഈ കാഴ്ച കണ്ടതും അബിക്കും ജാനകിക്കും എല്ലാം സന്തോഷമായി. പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അബി വെച്ചു, എന്ത് മറിമായ നടന്നിരിക്കുന്നേ. അമൃതയ്ക്ക് ഇത്ര പെട്ടെന്ന് മനമാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതില്ലല്ലോ എന്ന് പറയാം. അത് ശരിയാ, അതിന് മനമാറ്റം ഉണ്ടാകാനായിട്ട് കാരണം ഉണ്ടെന്ന് പറയാം. എന്ത് കാരണം? അവൾക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെന്ന് പറയാ. സത്യങ്ങൾ ബോധ്യപ്പെട്ടോ? നീ എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയണേ, എനിക്കൊന്നും മനസ്സിലായല്ലോ എന്ന് പറയാ. അത് പിന്നെ അവളുണ്ടല്ലോ ഹണി റോസും ശരണും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് മനസ്സിലായെന്ന് പറയാ. അപ്പൊ പിന്നെ അന്ന് ഞാൻ കണ്ടതോ, ഞാൻ ആ റൂമിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ അവിടെ വെച്ച് ശരണിനെ കണ്ടതാണല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ എങ്ങനെ ശരൺ അവിടെ വന്നേന്ന് ചോദിക്കാം. അത് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അവര് വെറും ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ്. കുറച്ച് പണം ശരണ് കൊടുക്കാനുണ്ട്, അതിന്റെ പേരിലാണ്. പക്ഷേങ്കിൽ അല്ലാതെ അവർ തമ്മിൽ യാതൊരു അടുപ്പമില്ല. പക്ഷേങ്കിൽ ശരണിനെ അവളുടെ അടുത്തേക്ക് എത്തിച്ച് വേറൊരാളെന്ന് പറയണ. വേറൊരാളോ? അതെ, ഈ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാ. പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അഭിയേട്ടാന്ന് പറയണം. ആരായിരിക്കും? എനിക്കൊന്ന് അജയ് ആന്ന് തോന്നേ. അവനും ഇങ്ങനത്തെയൊക്കെ പണികൾ ഒപ്പിക്കുള്ളൂ. അമലൊരിക്കലും അങ്ങനെയും ചെയ്യുന്നവനല്ല. അജയ് ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ അജയുടെ കള്ളത്തിന് അമൃത കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായിരിക്കണം ഒരു പക്ഷേ അമൃത ഇവിടുന്ന് പോയെന്ന് പറയാം. അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ അവന് പഠിച്ച കള്ളനാണല്ലോ എന്ന് പറയാണ്. ഞാൻ മുമ്പ് അഭിയേട്ടനോട് പറഞ്ഞിട്ടില്ലേ, അമലിന്റെ സ്വഭാവമല്ല അജയ്ക്ക്. അവനെ നമ്മൾ സൂക്ഷിക്കണം. അവന് പുറമേ ഒന്നും അകത്ത് മറ്റൊന്നും വെച്ച് പുലർത്തുന്നവനാ. അതുകൊണ്ട് അവനുമായിട്ട് ഇടപെടുന്ന സൂക്ഷിച്ചു വേണം. ഇന്ന് തന്നെ അഭിയേട്ട ശ്രദ്ധിച്ചോ? അവന് പണം വേണം പോലും. ആ റിസോർട്ട് വിൽക്കാനുള്ള അവന്റെ തന്ത്രം കണ്ടോ? ഒരിക്കലും അവന് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടാന്ന് എനിക്ക് തോന്നില്ല. അവൻ മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട്. അവന്റെ ഉദ്ദേശം ആ റിസോർട്ട് മാത്രമാണ്. അതുകൊണ്ട് അഭിയേട്ടൻ ഒരിക്കലും ഇനി കൂട്ടു നിൽക്കേണ്ട. അച്ഛനോട് സംസാരിക്കാനും പോകണ്ട. അവൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കട്ടെ. അതിനുശേഷം ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയണം. അഭി പറഞ്ഞു അത് ശരിയാന്ന് പറയണം. ആ സമയം വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല അപർണയ്ക്ക്. ഓ, ആ നളിനിയെ പറഞ്ഞു വിടാൻ തോന്നിയ സമയം. അവൾ ഉണ്ടായിരുന്നെങ്കിലോ, ചായ എടുക്കാൻ പറയുമ്പോൾ ചായ, ജ്യൂസ് എന്ന് പറയുമ്പോൾ ജ്യൂസ്. ഇപ്പോഴാണ്ട് ആരും ഇല്ലാതാനും. ആ ലച്ചു ആണെങ്കിലോ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. ലച്ചുവിനോട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്താ. പക്ഷേ ആ തിരിച്ച് തനിക്കിട്ട് തന്നെ വന്ന് കിട്ടിയില്ലോ. അപ്പോഴേക്കും സുമംഗലാമ്മ എങ്ങോട്ട് വന്നു. സുമംഗലാമ്മ വന്നിട്ട് ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് പെട്ടെന്ന് നളിനി ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നേ. സുമംഗലാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകിയോട് പറഞ്ഞു എനിക്കൊരു ചായ എടുത്തോണ്ട് വരാൻ പറയാം. ഇത് കേട്ടാൻ ജാനകി പറഞ്ഞു ചായ വേണമെങ്കിലേ അവനെ സ്വന്തമായിട്ട് എടുത്ത് കുടിച്ചോ മുത്തശ്ശി. ഇന്നത്തെ ദിവസം ഞാൻ അടുക്കള കയറി ആർക്കും ഒന്നും ഉണ്ടാക്കി തരുന്നില്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാന്നേ? ഇവിടെ എല്ലാവർക്കും ഫുഡ് കഴിക്കണ്ടേന്ന് ചോദിക്കാം. അതെ, ഫുഡ് കഴിക്കണമെങ്കിലേ എല്ലാരും കൂടെ അടുക്കള കയറണം. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളേ, ബാക്കി എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും കൂടെ അടുക്കളയിലേക്ക് കയറ്, അല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്നറിയത്തില്ല സുമംഗലാമയ്ക്ക്. ഓഹോ, നീ വാശിയിലല്ലേന്ന് ചോദിക്കുക. അല്ല, ഒന്നാം തന്നെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ, എല്ലാരും കൂടെ കൂടിയിട്ട് അവളെ പറഞ്ഞു വിട്ടല്ലേ. അപ്പൊ ഇന്ന് സ്വന്തമായിട്ട് കയറി അടുക്കളയിൽ കയറി പാചകം ചെയ്തോ. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവരെ പറഞ്ഞു വിട്ടെ. അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. സുമംഗലാമ്മ നേരെ അപർണയുടെ അടുത്തേക്ക് എല്ലുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളേന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല മുത്തശ്ശി, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഓൺലൈനിൽ നിന്ന് വരുത്താൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം. ഇത് മോളെ എനിക്കൂടെ ഒന്ന് ഓൺലൈനിൽ നിന്ന് വരുത്തണം എന്ന് പറയാം. ഇത് കേട്ടോണ്ട് അമൽ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. ഇന്ന് നിനക്ക് ഓൺലൈനിൽ നിന്ന് വരുത്തി നീ ഫുഡ് കഴിച്ചാ നീ എന്തേലും ഇവിടെ വെച്ചുണ്ടാക്കി കഴിക്കത്തുള്ളൂ. എന്റെ പൊന്നു മോളെ, നീ ആ തമ്പിയുടെ മോളല്ലേ, എന്ത് കുതന്ത്രം പ്രയോഗിച്ചാലും ഈ അളകാപുരിയിലെ അമല് ഇന്ന് അത് പൊളിച്ചടുക്കിയിരിക്കും. നിന്റെ ഒരു ഉദ്ദേശം നടക്കാനായിട്ട് പോകുന്നില്ല. നീ ആരാന്ന് നിന്റെ വിചാരം? ഇവിടെ കിടന്ന് അങ്ങോട്ട് അർമാദിക്കാന്ന് വിചാരിച്ചോ? ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം എന്നൊക്കെ പറയാണ്. ആ സമയം വിനായകൻ നേരെ രഘുവന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രഘുവന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എടാ, നിന്റെ മോളെ ഞാൻ കണ്ടെന്ന് പറയാണ്. അവളെ കണ്ടോ? എവിടെ വെച്ച്? ആ മേനോന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പിൽ വെച്ച് അവൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അവളെ അവിടെ കൊണ്ടുപോയിട്ട് ഒരുത്തൻ പോകുന്നുണ്ട്. അത് മിക്കവാറും ആ അളകാപുരിയിലെ ഒരുത്തനായിരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും. പക്ഷെ അഭിറാം അല്ലെന്ന് പറയണം. അന്നെങ്കിൽ പിന്നെ ആരായിരിക്കും? ഇനിയിപ്പം അബിയുടെ അനിയന്മാര് വല്ലതാണോ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം അവള് കോളേജ് വിട്ടിറങ്ങൂലോ. വിട്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് അവളെ പൊക്കണമെന്ന് പറയാം. ദേ, പ്രശ്നമാകോ വിനായക? എന്ത് പ്രശ്നമാവാനായിട്ട്? ഒരു പ്രശ്നമാകത്തില്ല. നീ വാക്ക് തന്നിരിക്കുന്ന കാര്യമാ. ഇന്ന് അത് നടപ്പിലാക്കണമെന്ന് പറയാം. ഇനി അതൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങിച്ചെന്ന് നിനക്കറിയാലോ. പണം എനിക്ക് ഇന്ന് തിരിച്ചു തരേണ്ടി വരുമെന്ന് പറയാം. അയ്യോ വിനായക, അങ്ങനൊന്നും പറയല്ലേ. അതെ, പണം നിനക്ക് തിരിച്ചു തരാൻ നിവൃത്തിയില്ലെന്നറിയാലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ എന്നെ ടോർച്ചർ ചെയ്യരുത്. ഞാൻ എന്ത് വേണം ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരുന്നു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിള്ളേരൊക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അങ്ങോട്ടേക്ക് ലച്ചു ഇറങ്ങി വരുവാണ്. ലച്ചുവിനെ കണ്ടതും വിനായകൻ പറഞ്ഞേ നിന്റെ മോൾ ഇറങ്ങി വരുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലടാന്ന് പറയാണ്. അങ്ങനെ രഘുവരനെ അങ്ങോട്ട് തള്ളി വിടുവാണ്. രഘുവരൻ അങ്ങോട്ട് ചെന്നു. ലച്ചുവിന്റെ അടുത്തേക്ക് എന്നപ്പോൾ ലച്ചുവിന് വല്ലാത്തൊരു വെപ്രാളം ബുദ്ധിമുട്ടും. പെട്ടെന്ന് ലച്ചു അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു മോളെ, നീ ഇത് എങ്ങോട്ടാ പോണേ? നീ അവിടെ നിൽക്കോ? ഓ, ഇപ്പൊ വലിയ വീട്ടിലേക്കാണല്ലോ താമസം. കോളേജിൽ പഠിപ്പം തുടങ്ങി. അപ്പൊ എന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും നിനക്കൊരു പുച്ഛമാണല്ലോ എന്ന് പറയാം. എനിക്ക് പുച്ഛമൊന്നുമില്ല, എനിക്ക് പോണെന്ന് പറയാം. അങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് പറയാം. അപ്പൊ അവിടെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആൾക്കാരും കുറവായിരുന്നു. അപ്പത്തേനും വിനായകനും കൂടെ അങ്ങോട്ട് വന്നു. ദേ, സംസാരിച്ചോണ്ടിരിക്കുന്ന സമയമില്ല, പെട്ടെന്ന് കയ്യെ പിടിച്ച് കയറ്റടാന്ന് പറയണം. പറഞ്ഞ് തീരുവല്ല. ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. ലച്ചുവിനെ രണ്ടുപേരും കൂടെ വലിച്ചഴിച്ച് കാറിലേക്ക് കൊണ്ടുപോവാണ്. ലച്ചു അവിടെ കിടന്ന് കരയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും രഘുവരൻ ലച്ചുവിന്റെ വാപത്തി. ലച്ചുവിന് കരയാൻ പോലും പറ്റിയില്ല. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കാറിലേക്ക് കയറ്റി ലച്ചുവിനെ കൊണ്ട് പോവാണ്. ആ സമയത്ത് വിനായകൻ പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു മാക്സിമം സ്പീഡിൽ തന്നെ വണ്ടി വിട്ടോളാൻ പറയണം. ഒരിടത്തും വണ്ടി നിർത്തണ്ട. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എന്നിട്ട് മാത്രം വണ്ടി നിർത്താവുള്ളൂ. ഇന്നൊരു രാത്രി കഴിച്ചാൽ നാളെ എന്റെ ഇവളുടെ വിവാഹം. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. അങ്ങനെ പോണ സമയത്ത് രഘുവരന്റെ കൈക്കിട്ടൊരു കടി കൊടുക്കുവാണ് ലച്ചു. കൈ കൊടുത്ത് പെട്ടെന്ന് അയാളുടെ കയ്യും കഴിഞ്ഞു. ആ സമയത്ത്
ലച്ചു അതിനകത്ത് കിടന്ന് നല്ലൊരു കരയുവാണ്. എന്നെ വിട്, എന്റെ കയ്യെന്നൊക്കെ വിടാൻ പറഞ്ഞിട്ട്. ആ സമയത്ത് അതിലൂടെ രേവതി സച്ചിയും കൂടെ പോന്നെ. അവര് കേട്ടു ഈ കരച്ചിലൊക്കെ. ഒരു പെങ്കൊച്ചിന്റെ കരച്ചിലാണല്ലോ എന്ന് പറയാണ് രേവതിയോട്. അത് ശരിയാണല്ലോ സച്ചിയേട്ടാ, എന്തെങ്കിലും അപകടം പറ്റിയതാണല്ലോ, അറിയില്ല എന്ന് പറയണം. പെട്ടെന്ന് തന്നെ നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പത്തിന് കാറിനകത്തൊരു പെങ്കൊച്ചിരുന്ന് കരയുന്ന രണ്ടുപേരും കൂടി ബലമായിട്ട് പിടിച്ചേക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അത് തട്ടിക്കൊണ്ട് പോകുന്നാന്ന് തോന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല സച്ചി. സച്ചി നേരെ വണ്ടിക്ക് കൊണ്ടുവന്ന് വണ്ടി വട്ടം ഇട്ടു. പെട്ടെന്ന് വിനായകനൊക്കെ ചാടി ഇറങ്ങി. ആരടാ എന്താടെന്നൊക്കെ ചോദിച്ചോണ്ട് ലച്ചു അപ്പത്തിനും ഡോറ് തുറന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേൻ്റെ വരൻ ലച്ചുവിനെ പിടിച്ച് അകത്തേക്ക് ഇടുവാണ്. അപ്പത്തിനും ലച്ചു പറഞ്ഞ് എന്നെ രക്ഷിക്കുക, എന്നെ ഇവര് തട്ടിക്കൊണ്ട് പോവാന്ന് പറയണ. പിന്നെ ഇത് കേൾക്കേണ്ട താമസം സച്ചി അവിടെ കിടന്നൊരു വമ്പ പ്രകടനം തന്നെ നടത്തുവാണ്. പെട്ടെന്ന് തന്നെ രേവതി പോയി ലച്ചുവിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞ് മോള് പേടിക്കണ്ടെന്ന് പറയണം. മോൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. എടാ വിടറ, ഇതെന്റെ മോളാന്ന് പറയണം. തന്റെ മോളെയാണ്ടോ താൻ ഇങ്ങനെ കൊണ്ടുപോകുന്നേ, തന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറയാണ്. രേവതി ചോദിച്ചു മോളിത് എവിടെ പോയതാ? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയതാ, പോയിട്ട് വരുന്ന വഴിയാന്ന് പറയണം. പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് ലച്ചുനെ വിളിച്ചോണ്ട് തങ്ങളുടെ കാറിലേക്ക് കൊണ്ടേ കയറ്റുവേണം. ഇവിടെ ഇരുന്ന് ഒന്നും സംഭവിക്കില്ല, അത് സച്ചിയായിട്ട് നോയിക്കോളൂ എന്ന് പറയണം. അങ്ങനെ സച്ചി അവന്മാരെ എടുത്തിട്ട് പഞ്ഞി കിടുന്നുണ്ട്. അവസാനം ആൾക്കാരൊക്കെ ഓടിക്കൂടുന്ന കണ്ടപ്പോഴത്തേനും അവന്മാര് ജീവനും കൊണ്ട് രക്ഷപ്പെടുക. ഇനി ഇവിടെ വന്നിട്ടുണ്ട് പന്തിയെല്ലാം തോന്നി. അങ്ങനെ എല്ലാരെയും ഓടിച്ചു കഴിഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഏതാ കുട്ടി, നിനക്ക് ഇത് എങ്ങോട്ടാ പോണ്ടേ? എവിടെയാന്ന് പറ, ഇനി നിന്നെ തനിച്ചു വിട്ടാൽ ശരിയാകത്തില്ല, ഞാൻ കൊണ്ടേയാക്കാന്ന് പറയണം. പിന്നീട് വെച്ചു സ്ഥലപ്പേരും ഇതൊക്കെ വീട്ടുകാരൊക്കെ പറയണം. അവനെ അവിടെ കൊണ്ടേ ഇറക്കിയാൽ മതി, അളകാപുരിയിൽ എന്ന് പറയണം. ശരി കേറിക്കോ, അവിടെ കൊണ്ടേ ആക്കാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്, അളകാപുരിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നേ. ഇനിയിപ്പം നാളെ അറിയാൻ ബാക്കി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളേ. സച്ചിയും അഭിയും തമ്മിൽ നേരത്തെ മുൻപരിചയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലൂടെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.